നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 17 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അതിരപ്പിള്ളിയിൽ കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ് 9 പേർക്ക് പരിക്ക്, ഒരു സ്ത്രീക്ക് ഗുരുതര പരിക്ക്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള 2 മാസത്തെ പെൻഷൻ വിതരണം വ്യാഴാഴ്ച മുതൽ. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ സുജീഷ കള്ളിയത്ത് BJPയിൽ ചേർന്നു. വിശദമായ വാർത്തകളിലേക്ക്. എന്റെ നാട് എന്റെ വോട്ട്. കൊടകര പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 17 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. CPM കൊടകര സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നിന്ന് സ്ഥാനാർത്ഥികളും നേതാക്കളും പ്രവർത്തകരും ഒന്നിച്ച് എത്തിയാണ് കൊടകര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു ജി നായർക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥികളായ CM ബബീഷ്, CD സിബി, അഭിലാഷ് K സുനിൽകുമാർ, AR രാജേശ്വരി, ലിജോ കളത്തിങ്കൽ, ഷീജ ബാലചന്ദ്രൻ, നീമ ഡേവിസ്, അനിലൻ തടത്തിൽ, എമിൽ ഡേവിസ്, MK ജോർജ്, KK രഞ്ജു, ആനി വിൽസൺ, സ്മിത മനോജ്, അഡ്വക്കേറ്റ് നയൽ പ്രസാദ്, KK സുരേഷ്, റോസിലി പാപ്പച്ചൻ എന്നിവരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. CPM നേതാക്കളായ KJ ഡിക്സൺ, PR പ്രസാദൻ, അമ്പിളി സോമൻ, അൻവർ സാദിഖ്, KD അപ്പച്ചൻ എന്നിവർ സന്നിഹിതരായിരുന്നു. 20 വാർഡുകളുള്ള പഞ്ചായത്തിൽ അവശേഷിക്കുന്ന 3 വാർഡുകളിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ അടുത്ത ദിവസം പത്രിക സമർപ്പിക്കുമെന്ന് LDF ഭാരവാഹികൾ പറഞ്ഞു. അളഗപ്പ നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശബരിമലയ്ക്ക് വ്രതമെടുത്ത് കറുപ്പ് വസ്ത്രം ധരിച്ചെത്തിയ വിദ്യാർത്ഥികളെ ക്ലാസിൽ നിന്നും ഇറക്കിവിട്ടതായി ആക്ഷേപം. സ്കൂൾ യൂണിഫോം ധരിക്കാത്തതിന് സയൻസ് ഗ്രൂപ്പിലെ 2 വിദ്യാർത്ഥികളെയാണ് അധ്യാപകർ ക്ലാസിൽ നിന്ന് ഇറക്കിവിട്ടത്. ക്ലാസ് തുടങ്ങിയ ശേഷമായിരുന്നു ടീച്ചറുടെ നടപടി. യൂണിഫോം ധരിച്ചു വരാൻ നിർദ്ദേശിച്ചതിനെ തുടർന്ന് വീട്ടിലെത്തിയ കുട്ടികൾ രക്ഷിതാക്കളോട് വിവരം പറയുകയായിരുന്നു. ഒരു കുട്ടിയുടെ രക്ഷിതാവ് ഉൾപ്പെടെ സ്കൂളിലെത്തി അധികൃതരെ വിവരം ബോധിപ്പിച്ചു. ആദ്യം BJP പ്രവർത്തകരും പിന്നാലെ CPM കോൺഗ്രസ് പ്രവർത്തകരും സ്ഥലത്തെത്തിയിരുന്നു. പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെ തർക്കത്തിലേക്ക് നീങ്ങിയതോടെ പുതുക്കാട് HSO ആദം ഖാന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘവും സ്ഥലത്തെത്തി. തുടർന്ന് സ്കൂൾ അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ കുട്ടികളെ കറുപ്പ് വസ്ത്രത്തിൽ തന്നെ ക്ലാസുകളിൽ ഇരിക്കാൻ അധ്യാപകർ അനുവദിച്ചു. അതേസമയം സ്കൂളിൽ യൂണിഫോം നിർബന്ധമാക്കാൻ തീരുമാനിച്ചിരുന്നതായി പ്രിൻസിപ്പൽ SK മദനചന്ദ്രൻ പ്രതികരിച്ചു. ഇതിനിടെ മണ്ഡലകാലം ആരംഭിച്ചപ്പോൾ അധ്യാപകർക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടായതാണെന്നും വിഷയം ഉടൻ പരിഹരിച്ചെന്നും പ്രിൻസിപ്പൽ SK മദനചന്ദ്രൻ പ്രതികരിച്ചു. അതിരപ്പിള്ളിയിൽ വിനോദസഞ്ചാരികളുടെ കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ് 9 പേർക്ക് പരിക്ക്. അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന് സമീപത്തെ കാർ പാർക്കിൽ നിന്നാണ് കാർ 50 അടിയോളം താഴ്ചയിലേക്ക് വീണത്. കാറിലുണ്ടായിരുന്ന 9 പേർക്കും പരിക്കേറ്റു. ഒരു സ്ത്രീക്ക് ഗുരുതര പരിക്കേറ്റു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:45 അപകടം. കാർ പാർക്ക് ചെയ്യാൻ പുറകോട്ടെടുത്തപ്പോഴാണ് താഴ്ചയിലേക്ക് മറിഞ്ഞത്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള 2 മാസത്തെ പെൻഷൻ വിതരണം വ്യാഴാഴ്ച മുതൽ ആരംഭിക്കും. ഒരു ഗുണഭോക്താവിന് ഇത്തവണ 3600 രൂപ ലഭിക്കും. നേരത്തെ കുടിശ്ശികയായി നിൽക്കുന്ന 1600 രൂപയും നവംബർ മാസം മുതൽ വർദ്ധിപ്പിച്ച 2000 രൂപയും ചേർന്നാണ് ഈ തുക. ഇതോടുകൂടി പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും തീർക്കപ്പെടും. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ സുജീഷ കള്ളിയത്ത് BJPയിൽ ചേർന്നു. BJP ഓഫീസിലെത്തി അംഗത്വം സ്വീകരിച്ചു. കോൺഗ്രസ് നേതാക്കളുടെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് സുജിഷ പറഞ്ഞു. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ശോഭ സുരേന്ദ്രൻ, തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന സ്വീകരണ ചടങ്ങിലാണ് അംഗത്വം എടുത്തത്. പ്രസിദ്ധമായ കൊടകര ഷഷ്ടിയോടനുബന്ധിച്ച് ഷഷ്ടി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനിയിൽ ഒരുക്കുന്ന ബഹുനില പന്തലിന് കാൽനാട്ടി. പന്തൽ കമ്മിറ്റി ചെയർമാൻ PR പ്രസാദൻ, ഷഷ്ടി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ IK കൃഷ്ണകുമാർ, കൺവീനർ NV ബിജു, ട്രഷറർ ദിനേശ് പരമേശ്വരൻ, പബ്ലിസിറ്റി കൺവീനർ പ്രഭൻ മുണ്ടയ്ക്കൽ, ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് D നിർമ്മൽ എന്നിവർ സന്നിഹിതരായി. ഈ മാസം 26-നാണ് ചരിത്ര പ്രസിദ്ധമായ കൊടകര ഷഷ്ടി. KCBC മദ്യവിരുദ്ധ സമിതി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ ശ്രദ്ധാഞ്ജലി സംഘടിപ്പിച്ചു. ഇടവക വികാരി ഫാദർ ജോർജ് എടക്കളത്തൂർ ഉദ്ഘാടനം ചെയ്തു. മദ്യലഹരി വിരുദ്ധ സമിതി പ്രസിഡന്റ് VM അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. KK ജോസ്, ഫാദർ ദേവസി പന്തല്ലൂക്കാരൻ, CP ഡേവിസ്, ജോയ് തെക്കിനിയത്ത്, ജെറിൻ ജോസ്, ജോസ് വടക്കേത്തല, ഫാദർ ജാക്സൺ തെക്കേക്കര, സിസ്റ്റർ ജസ്മിൻ,
സിജോ ഇഞ്ചോടിക്കാരൻ, മാപ്രാണത്തുകാരൻ സൈമൺ, KD ഷാജു എന്നിവർ പ്രസംഗിച്ചു. ശബരിമല നട തുറക്കുന്നതോടെ പുതുക്കാട് നിന്ന് പമ്പ യാത്ര തീർത്ഥാടകർക്ക് പ്ലാൻ ചെയ്യാം. ദിവസവും രാത്രി 8:15 ഗുരുവായൂരിൽ നിന്നുള്ള പമ്പ സൂപ്പർഫാസ്റ്റ് ബസും രാത്രി 9:10 തൃശൂരിൽ നിന്നുള്ള പമ്പ ഫാസ്റ്റ് പാസഞ്ചർ ബസ് പുതുക്കാട് സ്റ്റാൻഡിലെത്തും. തിരിച്ച് രാവിലെ 10 പമ്പയിൽ നിന്ന് പുറപ്പെടുന്ന ഗുരുവായൂർ സൂപ്പർഫാസ്റ്റ് ബസ് വൈകിട്ട് 3:40 പുതുക്കാടെത്തും. https:/online.ksrtcswift.com എന്ന വെബ്സൈറ്റിൽ കയറി ഓൺലൈനിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. സൂപ്പർഫാസ്റ്റിന് 442 രൂപ, ഫാസ്റ്റ് പാസഞ്ചറിന് 377 ടിക്കറ്റ് നിരക്ക്. പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാവിലെ 5:58 ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ്, രാവിലെ 6:38 ഗുരുവായൂർ മധുര എക്സ്പ്രസ്, ഉച്ചയ്ക്ക് 11:50 മംഗലാപുരം കന്യാകുമാരി പരശുറാം എക്സ്പ്രസ്, വൈകിട്ട് 6 കോട്ടയം വരെ നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ ലഭ്യമാണ്. ജനറൽ ടിക്കറ്റുകൾ സ്റ്റേഷൻ കൗണ്ടറിൽ നിന്നും റിസർവേഷൻ ടിക്കറ്റുകൾ www.irctc.co.in എന്ന വെബ്സൈറ്റ് വഴിയും ബുക്ക് ചെയ്യാം. ചെങ്ങന്നൂരിൽ നിന്ന് രാവിലെ 8:36 പരശുറാം എക്സ്പ്രസും വൈകിട്ട് 3:15 ബാംഗ്ലൂർ എക്സ്പ്രസും, രാവിലെ 5:15 കോട്ടയത്ത് നിന്ന് നിലമ്പൂർ എക്സ്പ്രസും മടക്കയാത്രയ്ക്ക് ഉപയോഗിക്കാം. പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിലെ വിശ്രമമുറിയിൽ ശബരിമല തീർത്ഥാടകർക്ക് വിരിവയ്ക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് സ്റ്റേഷൻ സൂപ്രണ്ട് KK അനന്തലക്ഷ്മി അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് പുതുക്കാട് KSRTC ബസ് സ്റ്റേഷൻ 9188933796, പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ 048027513020 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നന്ദിപുലം നോർത്ത് സെന്റ് മേരീസ് പള്ളിയിൽ വിശ്വാസ പരിശീലന ദിനാഘോഷം നടത്തി. പുതുക്കാട് ഫെറോന വികാരി ഫാദർ പോൾ തേക്കാനത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. വികാരി ഫാദർ മെജോ മങ്ങാട്ടിളയൻ അധ്യക്ഷത വഹിച്ചു. അതിരൂപത ഫെറോന മത്സരങ്ങളിൽ സമ്മാനാർഹരായ വിദ്യാർത്ഥികൾക്കും പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും സമ്മാനദാനവും നടത്തി. ചടങ്ങിൽ ലോന പന്തക്കനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. സിസ്റ്റർ മോളി, പ്രധാനാധ്യാപകൻ ആന്റണി പൂങ്കാവനം, സെക്രട്ടറി ബിജു അമ്പഴക്കാടൻ, സൈലേഷ് നെടുമ്പക്കാരൻ, സിബി ദേവസി, ജിഷ, പ്രീതി വർഗീസ്, NP ജോയ് എന്നിവർ പ്രസംഗിച്ചു. ക്രിസ്തുമതം സ്വീകരിച്ചതിന്റെ പേരിൽ ആ സ്ത്രീയുടെ ശരീരം ക്രൈസ്തവ ആചാരപ്രകാരം ദേവാലയത്തിൽ അടക്കം ചെയ്തു. നിങ്ങൾക്കറിയോ, ആ ശവസംസ്കാരം കഴിഞ്ഞപ്പോ ആ സഹോദരിയുടെ 2 മക്കള്, അവരുടെ പേര് മുസ്തഫ, ഖദീർ എന്ന് പറയുന്ന 2 മക്കളാണ്. അവര് ആ ശവസംസ്കാര ശുശ്രൂഷ നടത്തിയ അച്ഛന്മാരോട് ചോദിച്ചത്, ഞങ്ങളുടെ അമ്മ ആരാധിച്ച ദൈവത്തെ ആരാധിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അവർ ചോദിച്ചത്. ഞങ്ങളുടെ അമ്മ ആരാധിച്ച ദൈവത്തെ ആരാധിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? സ്നേഹമുള്ളവരെ, ആ കുടുംബം മുഴുവനും, ഈ മക്കളൊക്കെ പിന്നീട് ക്രൈസ്തവ മതം സ്വീകരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു 2-3 പ്രാവശ്യമൊക്കെ സ്ക്രീനിങ്ങിന് നടത്തിയതിനു ശേഷമാണ് കുട്ടികൾ സ്റ്റേജിലേക്ക് കയറുന്നത്. എത്ര മനോഹരമായിട്ട് അവര് ചുരുങ്ങിയ, ഞാൻ ഒത്തിരി നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലേ, നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടായിരുന്നു അല്ലേ, പരീക്ഷയുടെ സമയത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും ചുരുങ്ങിയ സമയത്തിനുള്ളില് കുഞ്ഞുങ്ങളൊക്കെ അതിനെ അനുസരിച്ച് അത് ഉരുങ്ങാനും, ഞാൻ നോക്കുമ്പോൾ ഒത്തിരി മാതാപിതാക്കളോട് വന്ന് കുട്ടികളുടെ പരിപാടികൾക്ക് സഹകരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ വിജയം. ഇനി ഇവിടെ നടക്കുന്ന പരിപാടികള് അത് വിജയമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ഇതിനു വേണ്ട ഒരുക്കം വളരെ മനോഹരമായിട്ട്, വളരെ നന്നായിട്ട്, ഒരു കൂട്ടായ്മയിൽ നല്ല ഒരുക്കങ്ങൾ. ഞാൻ ഇന്നലെ നോക്കുമ്പോ നമ്മുടെ സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയർന്നു. പവന് 320 രൂപയാണ് കൂടിയത്. ഇന്ന് 1 പവൻ സ്വർണത്തിന്റെ വിപണി വില 91,960 രൂപയാണ്. 1 ഗ്രാം സ്വർണത്തിന് 11,495 രൂപയാണ് നിരക്ക്. തിങ്കളാഴ്ച രാവിലെ സ്വർണ്ണവില കുറഞ്ഞിരുന്നു. പവന് 80 രൂപയാണ് കുറഞ്ഞത്. ഉച്ചയ്ക്ക് വില വീണ്ടും പരിഷ്കരിച്ചതാണ്. വെള്ളിയാഴ്ച 2 തവണയായി പവന് 1,160 രൂപ കുറഞ്ഞിരുന്നു. ശനിയാഴ്ച 1,440 രൂപ കൂടി കുറഞ്ഞതോടെ സ്വർണ്ണവില 92,000-ന് താഴെയെത്തി. ആഗോള വിപണികളിലെ ഇടിവിന്റെ തുടർച്ചയാണ് സംസ്ഥാന വിപണിയിലും പ്രതിഫലിച്ചത്. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ അന്താരാഷ്ട്ര വിലയെ അനുസൃതമാക്കിയാണ് കേരളത്തിൽ വില നിശ്ചയിക്കുന്നത്. അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ, ഇറക്കുമതി തീരുവകൾ, നികുതികൾ, വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ് പ്രധാനമായും ഇന്ത്യയിലെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. ഇനി കാണാം ഇൻഫോടോക്ക്.
ഇലക്കറികൾക്കിടയിൽ സൂപ്പർ ഹീറോയാണ് ചീര. ചീര പതിവായി നമ്മുടെ ഡയറ്റിൽ ചേർക്കുന്നതുകൊണ്ട് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട്. റിപ്പോർട്ട് കാണാം. ചീരയിൽ നിന്ന് വിറ്റാമിൻ എ, സി, അയൺ എന്നിവ ശരീരത്തിലെത്തുമെന്നതിനാൽ മുടിക്കും ചർമ്മത്തിനും ഇത് മികച്ചതാണ്. മാത്രമല്ല പ്രതിരോധശേഷി മെച്ചപ്പെടുത്താനും വിളർച്ച കുറയ്ക്കാനും ചുവന്ന ചീര ബെസ്റ്റാണ്. ചീരയിലടങ്ങിയ വിറ്റാമിൻ സി ശരീരത്തിലെ കൊളാജൻ ഉൽപാദനം കൂട്ടും. ഇത് തലമുടിയുടെ വളർച്ചയെയും സഹായിക്കും. ചീരയിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റുകൾ മുടി കൊഴിച്ചിലും തടയും. വിറ്റാമിൻ ഇ, കെ, പൊട്ടാസ്യം, കാൽസ്യം തുടങ്ങിയ ഒട്ടേറെ ഘടകങ്ങൾ ചുവന്ന ചീരയിലുണ്ട്. അയൺ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ വിളർച്ച കുറയ്ക്കാനും രക്തയോട്ടം വർദ്ധിപ്പിക്കാനും ചുവന്ന ചീര സഹായിക്കും. ദഹനപ്രശ്നങ്ങൾ പരിഹരിക്കാനും ചീര നല്ലതാണ്. ചീരയിലെ ഫൈബർ സാന്നിധ്യമാണ് ദഹനത്തിന് ഗുണം ചെയ്യുന്നത്. ശരീരഭാരം കുറയ്ക്കാനും ചീര ഡയറ്റിൽ ചേർക്കുന്നത് സഹായിക്കും. പ്രമേഹം മൂലമുള്ള ക്ഷീണം ഒഴിവാക്കാനും ചീര സഹായിക്കും. പൊട്ടാസ്യം ധാരാളം അടങ്ങിയ ചുവന്ന ചീര കഴിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കും. ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യാൻ ചുവന്ന ചീരയ്ക്ക് സാധിക്കും. ശ്വാസകോശത്തിന്റെ ആരോഗ്യത്തിനും ഇവ നല്ലതാണ്. എല്ലുകളുടെയും പല്ലുകളുടെയും ബലം നിലനിർത്താനും മലബന്ധം അകറ്റാനും സഹായിക്കും. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 23 ഡിഗ്രി സെൽഷ്യസ്. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ മുഖേന നടപ്പിലാക്കുന്ന സമൃദ്ധി ടോപ്പ് അപ്പ് ലോൺ പദ്ധതിയിൽ അപേക്ഷ ക്ഷണിച്ചു. നിലവിൽ സംരംഭകരായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെ ബിസിനസ് വികസനവും സാമ്പത്തിക ശാക്തീകരണവും ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഒരു ഗുണഭോക്താവിന് പരമാവധി 10 ലക്ഷം രൂപ വരെ ടേം ലോൺ വർക്കിംഗ് ക്യാപിറ്റൽ ലോണായി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനുമായി പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ജില്ലാ കാര്യാലയവുമായി ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ 0487 23315556 9400068508. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,495 രൂപ, പവന് 91,960 രൂപ. കല്ലൂർ പാലക്കിപ്പറമ്പ് മാക്കോൻ സുബ്രഹ്മണ്യൻ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. നെന്മണിക്കര വെളിയത്തുപറമ്പിൽ തങ്ക അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ കേശവനാണ് ഭർത്താവ്. അശോകൻ, പവിത്രൻ, വത്സല, ദാസൻ, ദേവൻ എന്നിവർ മക്കളും. കോമള, ആശ, അശോകൻ, സ്മിത, രേഖ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടകര ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 17 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അതിരപ്പിള്ളിയിൽ കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ് 9 പേർക്ക് പരിക്ക്, ഒരു സ്ത്രീക്ക് ഗുരുതര പരിക്ക്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള 2 മാസത്തെ പെൻഷൻ വിതരണം വ്യാഴാഴ്ച മുതൽ. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ സുജീഷ കള്ളിയത്ത് BJPയിൽ ചേർന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.